കീഴൂർ തെരു കാവൂട്ടുപറമ്പ് ശ്രീ ഗണപതി മഹാദേവ ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ നവീകരണ കലശ മഹോത്സവം 2026 മാർച്ച് 28 മുതൽ ഏപ്രിൽ 4 വരെ ക്ഷേത്രതന്ത്രി വിലങ്ങര ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവീകരണ കലശ പുനഃപ്രതിഷ്ഠാ മഹോത്സവം മാർച്ച് 28 നാളെ മുതൽ ഏപ്രിൽ 4 വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിലങ്ങര ഭട്ടതിരിപ്പാടിൻ്റെയും സമുദായ തന്ത്രി വിനായക ചന്ദ്ര ദീക്ഷിതരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുകയാണ്. ഒന്നാം ദിവസമായ നാളെ വൈകുന്നേരം 6 മണിക്ക് സമൂഹ ദ്രവ്യസമർപ്പണം, 29-ാം തീയതി ഞായറാഴ്ച മറ്റന്നാൾ വൈകുന്നേരം 6 മണിക്ക് കലവറ തറക്കൽ ഘോഷയാത്ര പിന്നാലെ കോട്ടയത്തുനിന്ന് വൈദികാലക ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. തുടർന്ന് സമൂഹ ദീപാരാധന നടക്കും. 30-ാം തീയതി രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും തുടർന്ന് 9 മണിക്ക് താഴികക്കുട പ്രതിഷ്ഠയും നടക്കുകയാണ്. അതിനുശേഷം എല്ലാ ദിവസവും ഈ ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണവും ഉണ്ടായിരിക്കും. 30-ാം തീയതി വൈകുന്നേരം 6:30 സാംസ്കാരിക സദസ്സ് നടക്കും. ക്ഷേത്രം മേൽശാന്തി കീഴ്പ്പാടില്ലാത്ത വാസുദേവൻ നമ്പൂതിരി ഭദ്രദീപം കളിക്കുന്ന ചടങ്ങിന് പരിസര പ്രദേശത്തുള്ള ക്ഷേത്രത്തിന്റെ പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് രാത്രി 8 മണിക്ക് പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും പ്രാദേശിക കലാസന്ധ്യ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കും. 31-ാം തീയതി രാവിലെ മുതൽ ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും നടത്തുന്നതോടൊപ്പം തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും പ്രഭാത ഭക്ഷണവും അന്നേ ദിവസവും ഒരുക്കും. 31-ാം തീയതി വൈകുന്നേരം 6:30 നടക്കുന്ന ആധ്യാത്മിക പ്രഭാഷണ സഭയിൽ അറിയപ്പെടുന്ന ആധ്യാത്മിക പ്രഭാഷകനായിട്ടുള്ള വി മണിവർണ്ണൻ ധർമ്മടം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ആധ്യാത്മിക പ്രഭാഷണം. 31-ാം തീയതി രാത്രി 8 മണിക്ക് കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന നാടൻപാട്ട് സംഘമായിട്ടുള്ള കണ്ണൂർ താപം ഗ്രാമവേദിയുടെ വടക്കൻ പെരുമ എന്നുള്ള നാടൻപാട്ട് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കും. ഏപ്രിൽ 1-ാം തീയതി നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള പുനഃപ്രതിഷ്ഠാ കർമ്മത്തിന്റെയും നവീകരണ കലശത്തിന്റെയും ഭാഗമായിട്ടുള്ള വിശേഷാൽ പൂജകൾ ഏപ്രിൽ 1-ാം തീയതി മുതൽ ആരംഭിക്കും. ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന വിശേഷാൽ പൂജകൾ അന്നേ ദിവസം ക്ഷേത്ര സന്നിധിയിൽ മുഴുവൻ ഭക്തജനങ്ങളും പ്രാർത്ഥനയോടുകൂടി ഏപ്രിൽ 1-ാം തീയതി ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അന്ന് വേറെ ക്ഷേത്രത്തിൽ കലാപരിപാടികളും ഏപ്രിൽ 2-ാം തീയതി കാലത്ത് മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളോടൊപ്പം തന്നെ രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കാവൂട്ടുപറമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവനായിട്ടുള്ള ശ്രീ മഹാദേവന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ രാവിലെ 9 മണിക്കും 10 മണിക്കും മധ്യയുടെ മുഹൂർത്തത്തിൽ നടത്തുകയാണ്. അതിനുശേഷം അന്നദാനത്തിന് ശേഷം വൈകുന്നേരം 6:30 നമ്മുടെ ക്ഷേത്രത്തിന്റെ തിരുമുന്നിലായിട്ടുള്ള രുദ്രതീർത്ഥം ഭഗവാന്റെ രുദ്രതീർത്ഥത്തിൽ ദീപാരാധന. 8 മണിക്ക് അറിയപ്പെടുന്ന ഗാനമേള ട്രൂപ്പായിട്ടുള്ള കോഴിക്കോട് ബിഗ് ബാൻഡ് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഗാനമേളയും ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഉണ്ടായിരിക്കും. ഏപ്രിൽ 3-ാം തീയതി കാലത്ത് മുതൽ നമ്മുടെ കാവൂട്ടുപറമ്പ് ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായിട്ടുള്ള ശ്രീ അയ്യപ്പൻകാവ് തിരുസന്നിധിയിൽ പ്രതിഷ്ഠാദിന പൂജകൾ നടക്കും. അന്നേ ദിവസം ഉച്ച അന്നദാനത്തിന് ശേഷം വൈകുന്നേരം സമൂഹ നാളികേര സമർപ്പണം എന്നുള്ള ഒരു വിശേഷാൽ ചടങ്ങ്. ഏപ്രിൽ 4-ാം തീയതി നടക്കുന്ന തേങ്ങമുട്ടൽ ചടങ്ങിലേക്കായിട്ടുള്ള നാളികേരങ്ങൾ ഭക്തജനങ്ങൾ ഏപ്രിൽ 3-ാം തീയതി വേട്ടയ്ക്കൊരു മകനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് സമൂഹ നാളികേര സമർപ്പണം. ആ നാളികേര സമർപ്പണത്തിന് ശേഷം രാത്രി 7 മണിക്ക് നമ്മുടെ ഗ്രാമത്തിലുള്ള ഉന്നത വിജയം നേടിയിട്ടുള്ള പ്രതിഭകൾക്കുള്ള അനുമോദന സദസ്സ് ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്വരൂപ ആർ നിർവഹിക്കും. അതിനുശേഷം നമ്മുടെ നാട്ടിലുള്ള പ്രതിഭകളുടെ കലാപരിപാടി പ്രാദേശിക കലാപരിപാടികൾ ക്ഷേത്ര സന്നിധിയിൽ വെച്ചു. ഏപ്രിൽ 4-ാം തീയതി കാലത്ത് മുതൽ നമ്മുടെ സമുദായ തന്ത്രിയായിട്ടുള്ള ഡോക്ടർ വിനായക ചന്ദ്ര ദീക്ഷിതരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ സഹസ്ര കുംഭാഭിഷേകം, തുലാഭാരതങ്ങൾ, തേങ്ങമുട്ടൽ, വിധാന പകൽ വിളക്ക് തുടങ്ങിയ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുകയും അന്നേ ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തന്റെ സമൂഹ സദ്യ തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഉത്സവ നാളുകളിൽ 28 മുതൽ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുകയും 30-ാം തീയതി മുതൽ ക്ഷേത്രത്തിൽ തന്ത്രിയുടെ പൂജകൾ ആരംഭിക്കുന്ന ദിവസം മുതൽ ക്ഷേത്രത്തിൽ പ്രഭാത ഭക്ഷണവും സന്നിധിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനവും അന്നപ്രസാദവും ക്ഷേത്ര സമിതി ഒരുക്കിയിട്ടുണ്ട്.
ക്ഷേത്രം പ്രസിഡന്റ് ശിവശങ്കരൻ കാക്കര, സെക്രട്ടറി എൻ രതീഷ് കുമാർ, ചെയർമാൻ വി ശ്രീധരൻ, കൺവീനർ കെ സുമേഷ്, വൈസ് ചെയർമാൻ സി രാധാകൃഷ്ണൻ, പ്രകാശൻ കുമേരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.